ഹായ് ഗൈസ്, എല്ലാവർക്കും V4 യൂട്ടെക്കിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു പോർട്ടബിൾ സ്പീക്കർ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഒരു ആംപ്ലിഫയറൊക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സ്പീക്കർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരുപാട് പേരും ഇപ്പോൾ ടെക്കൊക്കെ കുറച്ച് അറിയാവുന്ന ഒരുപാട് പേരും ഒരു സ്പീക്കർ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടാവും, ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒരു ഓക്സ് കേബിളൊക്കെ എടുത്ത് കൊടുത്താൽ മാത്രം നമ്മുടെ ഈ ഒരു സാധനം വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ സൗണ്ട് കിട്ടത്തില്ല. അപ്പോൾ അതിനൊരു ആംപ്ലിഫയർ മൊഡ്യൂൾ വേണം. ആ ഒരു ആംപ്ലിഫയർ മൊഡ്യൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ സാധനം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. ഇതാണ് നമുക്ക് ആവശ്യമുള്ള മെയിനായിട്ടുള്ള സാധനം. ഇത് ഒരു ആംപ്ലിഫയർ ബോർഡാണ്. ഇതിൻ്റെ പിൻ നോട്ട്സ് ഉണ്ട്. ആ പിൻ നോട്ട്സ് ഏതൊക്കെ പിന്നാണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഹെഡ്ഫോണിൻ്റെ ജാക്ക് കൊടുക്കാനുള്ള പിന്നാണ്. അപ്പോൾ അതിൽ 3 എണ്ണം ഉണ്ട്. ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്, പിന്നെ ഗ്രൗണ്ട് ഉണ്ട്. 3 അതിൻ്റെ പിന്ന്. ഈ സ്ഥലം 5 വോൾട്ട് തിരിക്കുന്ന അവിടെ ബാറ്ററി കൊടുക്കാനുള്ള സ്ഥലമാണ് 5 വോൾട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. അതിൽ പ്ലസും മൈനസും മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോസിറ്റീവും നെഗറ്റീവും കൊടുക്കണം. ഇത് സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള സ്ഥലമാണ്. 2 എണ്ണം എൻഡിലുള്ള 2 എണ്ണം സ്പീക്കർ കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതാണ് ആംപ്ലിഫയർ ബോർഡ്. ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ലോ കോസ്റ്റ് നോക്കിയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ബാറ്ററി ചാർജിങ് മൊഡ്യൂളാണ്. ഇതിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ചാർജർ യൂസ് ചെയ്ത് ഈ നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും ഇതിൽ കണക്ട് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക്. ഇതിലും പിൻ ഔട്ടുണ്ട്. B+, B-, ഔട്ട് മൈനസ് എന്ന് പറയുന്ന 4 പിന്നുണ്ട്. അതിൽ ഔട്ട് പ്ലസിലും ഔട്ട് മൈനസിലുമാണ് നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കാനുള്ളത്. അത് ഏതിനാണോ പവർ ആവശ്യമുള്ള ആ സാധനത്തിലോട്ട് പവർ കൊടുക്കാനുള്ള ഔട്ട് പ്ലസ് എന്നും ഔട്ട് മൈനസ് എന്നുമാണ്. പിന്നെ B+ലും B-ലുമാണ് ബാറ്ററി കൊടുക്കാനുള്ളത്. പിന്നെ സോൾഡർ ചെയ്യാനുള്ള വയറും അതിൻ്റെ ഫ്ലക്സും വേണം, നൈഫ് വേണം, പിന്നെ ബാറ്ററി നേരത്തെ കാണിച്ചു. പിന്നെ വയർ സ്ട്രിപ്പർ വേണം, ഒരു വയർ വേണം. വയറിനകത്ത് 3 വയറുള്ളതാണ്. നമുക്ക് മറ്റേ ഓക്സ് കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വയർ. അതുകൊണ്ട് 3 വയറുകളുള്ള ഒരു കേബിളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതാണ് ഹെഡ്ഫോണിൻ്റെ മെയിൽ പോർഷൻ. ഇതാണ് ഇത് നമുക്ക് വാങ്ങാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ അതിനും പിന്നുകളുണ്ട്. ഏറ്റവും വലിയ പിന്നാണ് ഗ്രൗണ്ട്. പിന്നെ സെൻറ്ററിലുള്ളത് ലെഫ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് റൈറ്റ്, വലുത് ഗ്രൗണ്ട്. അപ്പോൾ അതുപോലെ കൊടുത്തിട്ട് വയർ വെച്ച് കണക്ട് ചെയ്ത് നമ്മുടെ ആംപ്ലിഫയർ മൊഡ്യൂളിലോട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് സ്പീക്കേഴ്സ് വേണം. ഇത്രയാണ് ആവശ്യമായിട്ടുള്ള സാധനം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സോൾഡറിങ് എല്ലാം ചെയ്യാം. ബാറ്ററി മൊഡ്യൂളിൽ നമ്മൾ ആദ്യമേ തന്നെ ഫ്ലക്സ് തേച്ച് വെച്ചു സോൾഡറിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നേരത്തെ കുറച്ച് എക്സസ് സോൾഡർ ഉണ്ട്. അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണം. അതൊക്കെ ആദ്യമേ സോൾഡർ റിമൂവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാറ്ററി ആ B+ലും B-ലും കൊടുക്കണം, കണക്ട് ചെയ്യണം. അടുത്ത നമുക്ക് ആംപ്ലിഫയർ മൊഡ്യൂളിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡും ബ്ലാക്കും ഒരു വയർ സോൾഡർ എടുക്കാം. ഔട്ട് പ്ലസ്സിൽ റെഡും കൊടുക്കണം, ഔട്ട് മൈനസിൽ ബ്ലാക്കും കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ സാധനം എടുത്തിട്ട് മറ്റേ ആംപ്ലിഫയർ ബോർഡിലോട്ട് കൊടുക്കാൻ പറ്റുന്നത്. ആ വയർ വെച്ചായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതെടുത്തിട്ട് നമ്മുടെ ആംപ്ലിഫയർ മൊഡ്യൂളിൻ്റെ പോസിറ്റീവിലോട്ടും നെഗറ്റീവിലോട്ടും കൊടുക്കണം. നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾഡർ അപ്ലൈ ചെയ്യാം ആദ്യമേ. അത് കഴിഞ്ഞിട്ട് നേരത്തെ സോൾഡർ എടുത്ത 2 വയറും 2 പോയിന്റിലോട്ട് സോൾഡർ ചെയ്ത് വയ്ക്കാം. അടുത്ത നമ്മൾ സ്പീക്കേഴ്സ് കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ സ്പീക്കറിൻ്റെ വയറുകളെല്ലാം 2 സ്പീക്കർ കൊടുക്കാനുള്ള പോയിൻ്റ് ഉണ്ട്. അപ്പോൾ 2 നമുക്ക് വേറെ 2 സ്പീക്കർ കൊടുക്കാൻ പറ്റും.
ഓക്കെ, ഒരു സ്പീക്കർ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്പീക്കറിൻ്റെ വയറും കൂടെ എടുത്ത് പ്ലസ്സിലും മൈനസിലും സോൾഡർ ചെയ്ത് വയ്ക്കാം. ഒരു ആംപ്ലിഫയർ ബോർഡ് ഇത്രയും വില കുറഞ്ഞ് കിട്ടുന്ന ഒരു നല്ല കാര്യമാണ്. നോക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു ആംപ്ലിഫയർ വാങ്ങാൻ നിൽക്കുകയാണെങ്കിൽ മിനിമം ഒരു 700 അല്ലെങ്കിൽ 800 മിനിമം. അതും വേറെ ലോ ക്ലാസ് സാധനം, ചൈനീസിൻ്റെ സാധനമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു 100 രൂപ കൊടുത്ത് ഇങ്ങനെ ഒരു ആംപ്ലിഫയർ വാങ്ങാൻ കിട്ടുമെങ്കിൽ അതല്ലേ എളുപ്പം. അതാ അപ്പോൾ ഈ സാധനം വെച്ച് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വേണമെങ്കിൽ ഈ ആംപ്ലിഫയർ 2-3 യൂസ് ചെയ്തിട്ട് നല്ല വേറെ സ്പീക്കറിലോട്ട് നമുക്ക് അപ്ലൈ കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ഹെഡ്ഫോണിൻ്റെ പിന്ന് സോൾഡർ ചെയ്യുന്നതാണ്. നേരത്തെ പറഞ്ഞ പിന്നോട്ട് പോലെ അനുസരിച്ച് നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ സോൾഡറിങ് സ്റ്റാൻഡ് ഇല്ല. ആ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് സോൾഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഓരോ വയറും ഓരോ പിന്നിലായിട്ട് കൊടുക്കണം, ലെഫ്റ്റ് റൈറ്റും ഗ്രൗണ്ടും. എന്നിട്ട് അതിൻ്റെ കേസിങ്ങിനകത്തോട്ട് നമുക്ക് കയറ്റി വയ്ക്കാം. അപ്പോൾ ഓക്സ് കേബിൾ റെഡി ആയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഓക്സ് കേബിൾ എടുത്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഈ സോൾഡറിങ്ങിൻ്റെ ഒന്നും പ്രശ്നം വരത്തില്ല, പിന്നിലോട്ട് സോൾഡർ ചെയ്യുന്നതിന് പ്രശ്നം വരത്തില്ല. ഇനി അടുത്തതായിട്ട് നമ്മുടെ ആംപ്ലിഫയർ മൊഡ്യൂളിൽ ഹെഡ്ഫോണിൻ്റെ പിന്ന് കൊടുക്കാനുള്ള സ്ഥലത്തേക്ക് ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തെടുത്ത സാധനം സോൾഡർ ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പോൾ കണക്ട് ചെയ്യുന്ന ഗ്രൗണ്ടാണ്, അതായത് ആ ഹെഡ്ഫോൺ പിന്നിൻ്റെ ഏറ്റവും വലിയ പിന്നിൽ കൊടുത്ത സാധനമാണ് ഇപ്പോൾ നമ്മൾ സോൾഡർ ചെയ്യുന്നത്. ഇപ്പോൾ സോൾഡർ ചെയ്യുന്ന റൈറ്റ്, അതായത് സെൻറ്റർ കഴിഞ്ഞ് അടുത്ത വരുന്ന ചെറിയ പിന്നിൽ ഉള്ളതാണ് ഇപ്പോൾ സോൾഡർ ചെയ്തത്. അത് കഴിഞ്ഞ് ലെഫ്റ്റിൻ്റെ അതും സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സാധനം ഒരു ബോക്സിനകത്താക്കി എടുത്തിട്ടുണ്ട്. ഒരു 4x ബോർഡ് വെച്ച് അതിനൊരു കേസിങ് ഉണ്ടാക്കിയെടുത്തു. ഇതിപ്പോൾ നിർബന്ധമില്ല, ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്പണായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമെങ്കിൽ അങ്ങനെയായിട്ട് ചെയ്യാം. അതാകുമ്പോൾ പിന്നെ നമുക്കിപ്പോൾ അഡീഷണൽ സ്പീക്കറൊക്കെ വെക്കണമെന്നുണ്ടെങ്കിലും വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ആംപ്ലിഫയർ ബോർഡ് അതിൻ്റെ ബേസിലോട്ട് ഫ്ലെക്സ് ക്യൂക്ക് അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് വയ്ക്കാം. അടുത്ത നമ്മുടെ ചാർജിങ് മൊഡ്യൂളും വെക്കാം. അതിൻ്റെ പിന്നെ പുറത്തോട്ട് വരുന്ന രീതിക്ക് വെക്കാം. അതാകുമ്പോൾ ചാർജർ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞാനൊരു ബാക്കിലൊരു 4x ബോർഡും കൂടെ വെച്ച് അടച്ചെടുത്തിട്ടുണ്ട്. ചാർജ് ചെയ്യാനുള്ള പോർട്ട് അവിടെ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഓക്സ് കേബിളിന് വേണ്ടിയിട്ടൊരു ഹോള് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണം, അടുത്ത പരിപാടി. അപ്പോൾ നമുക്കൊരു മൊബൈൽ കണക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ പാട്ട് കേൾക്കുന്നുണ്ട്, മാക്സിമം വോളിയത്തിൽ തന്നെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ റെക്കോർഡിങ്ങിൽ എത്ര കിട്ടുമെന്ന് അറിയാൻ വയ്യ, എന്തായാലും നല്ല സൗണ്ട് തന്നെ കിട്ടുന്നുണ്ട്. രണ്ട് സ്പീക്കർ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ബാസൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സ്പീക്കറൊക്കെ വാങ്ങിയെടുക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ കിടന്ന 2 വെച്ചതാണ്. ഇതിൽ വേണം നല്ല മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന സാധനം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഉണ്ടാക്കിയ സാധനത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു കമൻ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ നമുക്കിപ്പോൾ ഒരു സബ്സ്ക്രൈബേഴ്സ് ഒരു 500 എത്താറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട് ചാനൽ ഇത്രയും സബ്സ്ക്രൈബൊക്കെ ചെയ്തതിന്. താങ്ക് യു.